പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് തലവേദനയാകും. മണ്ഡലം നിലനിർത്താൻ ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കുമ്പോൾ പ്രാദേശിക എതിർപ്പുകൾ തിരിച്ചടിയാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള കൂടിയാലോചനകൾ കോൺഗ്രസ് ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് മുൻപ് തന്നെ UDF പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ അനൌദ്യോഗികമായി ആരംഭിച്ചിരുന്നു. ഷാഫിയുടെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്നായിരുന്നു ധാരണ. എന്നാൽ പ്രാദേശിക എതിർപ്പ് ഉയർന്നതോടെ മറ്റു പേരുകൾ ഉയർന്നു കേൾക്കുകയാണിപ്പോൾ. മുൻ MLA VT ബൽറാം, ഡോക്ടർ P സരിൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ എന്നിവരുടെ പേരുകൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം. എന്നാൽ വടകരയിലേക്ക് മാറിയപ്പോൾ ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും. ഷാഫിയെ അനുകൂലിക്കുന്ന യുവാക്കളുടെ പിന്തുണ കിട്ടണമെങ്കിലും രാഹുൽ തന്നെ വരേണ്ടി വരും. എന്നാൽ സ്ഥാനാർത്ഥി കാര്യത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്നാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറയുന്നത്. നേതൃത്വം കൂടിയാലോചിച്ച് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. KPCC തീരുമാനിക്കാം. KPCC ആലോചിച്ച് എല്ലാ ഘടകങ്ങളെയും കൂടി അവർ ചേർത്ത് പിടിച്ച് ഉചിതമായ ഒരാളെ അവർ പ്രഖ്യാപിക്കും. ജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് എവിടെ, എന്ത്, ആര്, അങ്ങനെയൊന്നുമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടമായാൽ പഴി ചില്ലറയൊന്നുമായിരിക്കില്ല UDFന് കേൾക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ കാടടച്ചുള്ള പ്രചരണത്തിനായിരിക്കും പാലക്കാട് വേദിയാവുക. മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തുള്ള BJPയും CPIMും സ്ഥാനാർത്ഥി ചർച്ചകൾ പ്രാഥമികമായി ആരംഭിച്ചിട്ടുണ്ട്. 24 പാലക്കാട്.